ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു ചെടി കൂടി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് ഈ ചെടി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഗാർഡനിലെ പരിപാടികളൊക്കെ കാരണം ഇവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഈ ചെടിയുടെ പേര് ഡയാന്ത്ര എന്നാണ്. നന്നായിട്ട് ഇതേപോലത്തെ കുറേ പൂക്കൾ കുലകുലയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ പരിപാലിക്കാൻ പറ്റാത്തത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അരേലിയൊക്കെ അതിൻ്റെ കുറച്ച് പോട്ടി മിക്സ് ബാക്കി ഇരിക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മൾ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആകുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ സിമൻറ്റ് ചട്ടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മണ്ണിടുന്നതിന് മുമ്പായിട്ട് ഒരു ലെയറായിട്ട് കല്ലുകൾ ഇട്ട് കൊടുക്കണം. നമ്മൾ എല്ലാ ചെടികളും പോട്ടിയിൽ നടുമ്പോൾ അതേപോലെ ഒരു ലെയർ കല്ലുകൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ആ ഓട്ടയിൽ എന്തെങ്കിലും കല്ലുകളോ എന്തെങ്കിലും വന്ന് മണ്ണൊക്കെ വന്ന് അടഞ്ഞ് പിന്നെ വെള്ളം പോവാതെയാവും. അങ്ങനെയുള്ള അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലെയർ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ചെടിയെ നമ്മൾ പഴയ പോട്ടിൽ നിന്നെടുത്ത് കുറച്ച് മണ്ണും കുറച്ച് വേരൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം പുതിയ പോട്ടിലേക്ക് നടാനായിട്ട്. എന്നാലാണ് അത് പുതിയ പോട്ടിൽ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് വളരുകയുള്ളൂ. വേരുകൾ പോകുന്നു എന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാണ്ടൊന്നും ഇരിക്കരുത്. ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെയാണ് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സൺലൈറ്റ് ആണ്. ഒട്ടുമിക്ക ഫ്ലവറിങ് പ്ലാന്റ്സിനും സൺലൈറ്റ് കൂടുതൽ വേണം. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ സൺലൈറ്റ് കുറവ് വേണ്ടൂ. ഡയാന്ത്രയ്ക്ക് നല്ല സൺലൈറ്റ് ആവശ്യമാണ്. നല്ല കുലകുത്തി പൂക്കൾ ഉണ്ടാവാനും നല്ല വളർച്ചയ്ക്കൊക്കെ ഡയാന്ത്ര നല്ല വെയിലത്ത് തന്നെ വെക്കണം. 5-6 മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഡയാന്ത്ര വെക്കാനായിട്ട്. ഡയാന്ത്രയുടെ ഫ്ലവർ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത ഒരു ഇമേജ് ഇവിടെ ചേർക്കാം. ഇതാണപ്പോൾ ഡയാന്ത്ര. ഇവിടെ നിറയെ ഡയാന്ത്ര പൂക്കൾ ഉണ്ടാവാറുണ്ട്. നല്ലോണം കുല കുത്തിയിട്ടാണ് ഉണ്ടാവാറ്. അതിൻ്റെ ഒന്നും ഫോട്ടോസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, എല്ലാം പഴയ ഫോണിലാണ്. ഇനി നമുക്ക് ഈ ചെടി കുറച്ച് ദിവസം തണലത്താണ് വെക്കേണ്ടത്. എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൂൺ ചെയ്യണം. ഇതിപ്പോൾ ഇതിൽ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുട്ടുകൾ ഇങ്ങനെയാണ് വരിക. ഓരോ 2 ഇലകളുടെ നടുക്കുന്നാണ് ഇതിൻ്റെ മുട്ടുകളൊക്കെ വരിക.